ടീസോൺ കലോത്സവത്തിലെ സംഘർഷത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത SFI നേതാവ് കലോത്സവ വേദിയിൽ കലോത്സവം നടക്കുന്ന സ്ഥലത്ത് എത്തരുതെന്ന പോലീസ് നിർദ്ദേശം മറികടന്നാണ് 6ാം പ്രതി അഷ്റഫ് മാള ഹോളി ഗ്രേസ് കോളേജിലെത്തിയത്. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, നിർദ്ദേശങ്ങൾ മറികടന്നാണ് ഇയാൾ കലോത്സവ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്ത് നടപടിയാണ് പോലീസ് ഇതിന്മേൽ എടുത്തിരിക്കുന്നത്? ലക്ഷ്മി, നേരത്തെ ഉണ്ടായ ഈ വിദ്യാർത്ഥി സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ആ കേസിൽ 6ാം പ്രതിയാണ് ഈ അഷ്റഫ്. ഈ പ്രതികൾ ഒളിവിൽ കഴിയുന്നത് കാരണം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന പോലീസ് വാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ ഈ അഷ്റഫ് കലോത്സവ വേദിയിൽ എത്തിയിട്ടുള്ളത്. ഇതോടെ KSU പ്രവർത്തകർ ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിനെ വിവരം അറിയിച്ചു. എന്നാൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിന് പകരം ഓടി രക്ഷപ്പെടാൻ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവസരമൊരുക്കി നൽകുന്നതായാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. നേരത്തെ ഉണ്ടായ സംഘർഷത്തിൽ പ്രതികളായവർ കലോത്സവത്തിന് എത്തരുതെന്ന് പോലീസിന്റെ കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് ലംഘിച്ചാണ് ഈ SFI നേതാവ് കലോത്സവ വേദിയിൽ എത്തിയിട്ടുള്ളത്. 300-ലധികം വരുന്ന പോലീസുകാരാണ് കലോത്സവത്തിന് സുരക്ഷ ഒരുക്കുന്നത്. എന്തായാലും നാളെ കലോത്സവം സമാപിക്കും.